ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു ഫിഷ് ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് അധികം മസാലകളൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെ ഉണ്ടാക്കൽ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 750 ഗ്രാം ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര്, വലിയ നാരങ്ങ തൊട്ട് ഞാൻ അരമുറി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ആയാലും മതി. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. മീനായതുകൊണ്ട് പെട്ടെന്ന് അത് റെഡി ആയി കിട്ടും. നമുക്ക് എല്ലാ മീനും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ബാക്കി എല്ലാ ഫിഷും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു വലിയ പാൻ അടുപ്പിൽ വെച്ച് ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് ഒരു പിടി ഉള്ളി എടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇത് ഇട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമയം വെക്കരുത്. ഈ ഒരു കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം, ഇല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ആ സെയിം ഓയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു 1/4 ഫ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. കാരണം ഉണക്കമുന്തിരി വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം എണ്ണയിൽ ഇട്ടപാടന്നെ അത് കോരിയെടുത്ത് മാറ്റണം. ഇപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരിത്തിരി ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും അണ്ടിപ്പരിപ്പും ഫുൾ ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതേ ഓയിൽ തന്നെ ബാക്കി സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റി കൊടുക്കാം. ഞാൻ ഈ വലിയ പാൻ എടുക്കാൻ കാരണം മീൻ ബിരിയാണി വെക്കുന്ന സമയത്ത് എപ്പോഴും വലിയ പാൻ തന്നെ എടുക്കണം. കാരണം മീൻ വേഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. വലിയ പാനാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ചാണ് ഇട്ട് കൊടുത്തത്. ഞാൻ 6 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവനുസരിച്ച് അതിൻ്റെ
അളവ് കൂട്ടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 4 മീഡിയം തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറ്. തക്കാളി ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ഇട്ട് കൊടുക്കാറ്. നമുക്കത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞോളും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ തക്കാളി നല്ല പുളിപ്പായതുകൊണ്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തൈര് ഒഴിച്ചു കൊടുത്ത് വേറൊരു മോഡൽ വെക്കലുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമുക്കതും കൂടി ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൽ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ എണ്ണ ഒന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അത് ചെറിയ തീയിലിട്ട് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി മുറിച്ചതാണിത്. അത് ഇട്ട് കൊടുത്ത് ഞാൻ 2 പീസ് ഫിഷ് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അഥവാ ചിക്കൻ ബിരിയാണിയൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ 2 പീസ് ഫ്രൈ ചെയ്യാതെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മിക്കവാറും ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതുപോലെ ഒരു 2-3 പീസ് മാറ്റി വെച്ച് ഉള്ളിയും തക്കാളിയും വഴന്നു വന്നതിന് ശേഷം അതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫിഷ് വേകുന്നവരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നെയ്ച്ചോറ് വെക്കുന്നതിൻ്റെ റിസ്ക് കാണിക്കുന്നില്ല. കാരണം ഞാൻ മുന്നേ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഇതാ ഞാൻ മേലെ സജസ്റ്റഡിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം വീണ്ടും ഇട്ട് ഈ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണ്ട എന്ന് വെച്ചാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഷ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അതിന് മേൽപ്പെട്ട് ആക്കി വെക്കാം. വലിയ പാത്രമായതുകൊണ്ട് ഫിഷ് ഒന്നും പൊട്ടിപ്പോകാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കതൊരു 3-4 മിനിറ്റ് കൂടി ചെറിയ തീയിലട വെച്ച് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദമ്മിടാം. അപ്പം ഞാൻ ഫിഷ് മസാല ആക്കിയ സെയിം പാത്രത്തിൽ തന്നെയാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്കാണ് നെയ്ച്ചോറിൻ്റെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചോറിനൊരു പകുതിയിൽ കുറച്ചധികം എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫിഷ് മസാല കൂടി അതിൻ്റെ മേലെ നിരത്തി കൊടുക്കാം. ശ്രദ്ധിച്ച് ഇട്ട് കൊടുത്താൽ മതി, പൊട്ടിപ്പോവുകയും ചെയ്യില്ല. നമുക്കിതിലേക്ക് ബാക്കിയുള്ള നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വേറി കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ഒരു നിർബന്ധവും ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ആവി വരുന്നവരെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല ആവി വന്നിട്ടുണ്ടാവും, നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.